മുരിയാട് കർഷക സമരം തുടങ്ങിയപ്പോൾ അതിന്റെ മുൻനിരയിൽ കയറി നിന്ന് അതിനെ ചതിക്കാനിരുന്നുകയും സമരത്തെ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവിടത്തെ പ്രാദേശിക CPM നേതൃത്വം അവരുടെ വേലകളൊന്നും നടക്കില്ലെന്ന് മനസ്സിലായപ്പോൾ മുരിയാട് കർഷക സമരത്തിൽ നിന്നും ഒരു സുപ്രഭാതത്തിന് ഒരു മുന്നറിയിപ്പുമില്ലാതെ പിന്മാറി കർഷകരെ ക്ഷണിച്ചു. പിന്നീട് അവർ നാളിതുവരെ ആ സമരം അനാവശ്യമാണെന്നും പറഞ്ഞ് പ്രചരണങ്ങളും അപവാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് മുരിയാട്ടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ സമരമണ്ഡപത്തിൽ വന്നത്. ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അധപതിച്ചുപോയി ഇവിടുത്തെ CPM നേതൃത്വം. ഒരുപാട് അപവാദങ്ങൾ അവർ പ്രചരിപ്പിച്ചു. ഇപ്പോഴിതാ ജില്ലാ കളക്ടർ വിളിച്ച ഒരു യോഗം. ഈ യോഗത്തിൽ കർഷക മുന്നേറ്റത്തിന്റെ പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നു. യഥാർത്ഥത്തിൽ മുരിയാട് സമരം നടത്തിയത് കർഷക മുന്നേറ്റമാണ്. അപ്പൊ ചർച്ചയ്ക്ക് വഹിക്കേണ്ടതിന് പരിഗണനയും കർഷക മുന്നേറ്റത്തിനാണ്. പക്ഷെ ഒരിക്കലും കർഷക മുന്നേറ്റം അത് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ മാത്രം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർഷക മുന്നേറ്റത്തിന്റെ പ്രവർത്തകർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെയും ആ യോഗത്തിലേക്ക് ക്ഷണിക്കണമെന്ന്. അതനുസരിച്ച് ജില്ലാ കളക്ടർ ആ യോഗത്തിന്റെ 5-ാം തീയതിയാണ് ആദ്യം യോഗം നിശ്ചയിച്ചിരുന്നത്. അന്ന് ഹർത്താൽ കാരണം നടന്നില്ല. അന്നത്തെ യോഗത്തിന്റെ അറിയിപ്പും ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാര് ആ അറിയിപ്പ് അയച്ചു. ആ യോഗത്തിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടിരുന്ന 30 പേരിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ഒഴികെ ബാക്കി എല്ലാവരും പങ്കെടുത്തു. അവർക്ക് മാത്രം അറിയിപ്പ് കിട്ടിയില്ല എന്നൊരു പുതിയ നുണയുമായിട്ടാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇങ്ങനെ കർഷക വിരുദ്ധ നിലപാടുകൾ എടുക്കേണ്ടി വരികയും ഒടുവിൽ പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നുണ പറയേണ്ടി വരികയും ചെയ്യുന്നത് വളരെ വളരെ വേദനാജനകമാണ്.